സോ കൈജു നമ്പർ 8 ഈ ഒരു സീരീസിനെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ളൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാണ്. വേറൊന്നുമല്ല, നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം തന്നെ ആയിരിക്കാം. ഇപ്പം നമ്മുടെ അഖിൽമാരാർ മോഹൻലാലിൻ്റെ പഴയ പടങ്ങളെപ്പറ്റി, പഴയ 3 പടങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം ഒരേ സ്റ്റോറി ത്രെഡിൽ ചെയ്തിട്ടുള്ള 3 പടങ്ങൾ എന്നൊക്കെ പറയുണ്ടായി. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ 2018 ശേഷമുള്ള ആനിമേ സീരീസുകളൊക്കെ എടുത്ത് നോക്കിയാലും ഒരേ ത്രെഡിൽ, ഒരേ സ്റ്റോറി ത്രെഡിലൊക്കെ ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ അറ്റാക്ക് ഓൺ ടൈറ്റൻ, ജുജുത്സു കൈസൻ, ഡീമൺ സ്ലെയർ, ചെയിൻസോ മാൻ, കൈജു നമ്പർ 8 ഈ ഒരു സീരീസുകളൊക്കെ നോക്കി തന്നെ ഒരേ ത്രെഡിലെ പോയി നമ്മളൊരു കഥ നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ക്രീച്ചർ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ആ അറ്റാക്കിൽ നിന്ന് ഡിഫെൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഫോഴ്സിൽ ഒരു ആർമി സെറ്റപ്പ് ചെയ്തിരിക്കുന്നു. ആ ഒരു ആർമിയിൽ തന്നെ ഈ ക്രീച്ചേഴ്സിൻ്റെ ഇതിൽ ആ ഒരു അറ്റാക്ക് ചെയ്യുന്ന ക്രീച്ചേഴ്സിൻ്റെ പവറുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ ഡിഫൻസ് ഫോഴ്സിലുണ്ടാവുന്നു. അങ്ങനെ പോകുന്നു, അറ്റാക്ക് ചെയ്യുന്നു, തിരിച്ച് ഡിഫെൻസ് ചെയ്യുന്നു, അങ്ങനെ പോകുന്ന സ്റ്റോറി തന്നെയാണ് ഇപ്പം ഈ പറയുന്നതല്ല. അപ്പം ആ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ പോലും ഓരോ ആനിമേഴ്സും അതിൻ്റെ ഓൺ സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടെന്ന കാര്യമാണ് മെയിനായിട്ടുള്ള നോക്കേണ്ടത്. ഇപ്പം ഡീമൺ സ്ലെയർ ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള സിഗ്നേച്ചർ അതിന് കൊടുത്തിട്ടുണ്ട്. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും പോകുന്നത് ഒരേ സ്റ്റോറി ത്രെഡിലൂടെയാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ പോകുന്ന ഒരു സ്റ്റോറിയാണ് നമ്മുടെ കൈജു നമ്പർ 8 എന്ന് പറയുന്നത്. ഈ ഒരു സീരീസ് കണ്ടപ്പം എനിക്ക് ഓർമ്മ വന്നിട്ടുള്ള പെസഫിക് റിം എന്ന് പറയുന്ന സിനിമ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അറ്റാക്കായിട്ടായിട്ട് റെഫറൻസ് ഒക്കെ നമുക്ക് തോന്നും. കാരണം ആ അറ്റാക്കായിട്ടായിട്ടുള്ള ലീവയുടെ ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ അതുപോലെയൊക്കെ പോകുന്ന സീൻസുകളും ഒക്കെ ഇതിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീവൈൻഡ് ചെയ്ത് വരുന്ന ഒരു സീരീസ് തന്നെയാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് തന്നെയാണ്. 12 എപ്പിസോഡുകളാണ് ഫസ്റ്റ് സീസണായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഒരു അടിപൊളി സീരീസ് തന്നെയാണ്. കണ്ടത് എനിക്കിഷ്ടപ്പെട്ട ഒരു നല്ല സീരീസാണ്. എൻ്റെ മെയിനായിട്ടും നമ്മുടെ പ്രോട്ടോഗണിസ്റ്റ് ആയിട്ടുള്ള ഹിബിനോ കഫ്ക എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം ആ ഒരു ക്യാരക്ടറിൻ്റെ കുറച്ച് കോമഡി ആയിട്ടും ഒക്കെ രീതിയിൽ, കോമഡിക്ക് വേണ്ട സ്ഥലത്ത് കോമഡി, ക്യാരക്ടറിൻ്റെ ബിൽഡപ്പ് കൊടുക്കേണ്ട സ്ഥലത്ത് അങ്ങനെ രീതിയിലും, പിന്നെ സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിനെ പറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു അടിപൊളി സീരീസ് തന്നെയാണ്. നിങ്ങൾ ഒരു ആനിമേ ഇതുവരെ കാണാത്തവർക്കും കണ്ടു തുടങ്ങാൻ പറ്റുള്ളൊരു സീരീസ് തന്നെയാണ്. ധൈര്യമായിട്ടും നമുക്ക് എടുത്ത് കണ്ട് നോക്കാം, ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന നല്ലൊരു സീരീസ് തന്നെയാണ്. നിങ്ങൾക്ക് പെസഫിക് റിം എന്ന് പറയുന്ന സിനിമയിൽ കൈജുവിനെ പറ്റിയാണ് ആദ്യമായിട്ട് കാണുന്നതെങ്കിലും ഇപ്പോൾ കൈജു ജപ്പാനിൽ കൈജൂസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതിനകത്തും കുറേ ക്യാരക്ടറിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ പെസഫിക് റിം എന്ന സിനിമയിൽ നിന്ന് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൽ അവർ മേക്ക് ചെയ്തിട്ടുള്ളതും കാസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ രീതിയിലും ഒരു ഡിഫറെൻറ്റ് വേയിൽ തന്നെയാണ് സീരീസ് പോകുന്നത്. കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് തന്നെയാണ് കൈജു നമ്പർ 8. പിന്നെ 12ാമത്തെ എപ്പിസോഡാണെങ്കിലും ഒരു വലിയ ഹൈപ്പിലോ നെക്സ്റ്റ് എന്താണെന്നുള്ള രീതിയിലൊന്നും കൊണ്ട് നിർത്തിയിട്ടില്ലെങ്കിൽ പോലും സീരീസ് മുന്നോട്ട് പോകുന്നത് തന്നെ. ഇപ്പം അതിനകത്ത് ഒരുപാട് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ അടിപൊളി എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം എന്തായാലും കണ്ടു നോക്കുക, അടിപൊളി സീരീസാണ് കൈജു നമ്പർ 8. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ 2018 ശേഷം ഇറങ്ങിയിട്ടുള്ള നമ്മുടെ സീരീസുകളൊക്കെ എല്ലാം അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പം സീരീസുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലും ഓരോ സീരീസുകളും അതിൻ്റെ സിഗ്നേച്ചറുകളും മീൻസ് അതിൻ്റെ രീതിയിൽ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്നതും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പം ആനിമേഷന് സിനിമയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിപ്പം മേക്കിങ്ങിലാണെങ്കിലും സ്റ്റോറിയുടെ കാര്യത്തിലാണെങ്കിലും പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നതിൽ ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് ഇവയെല്ലാം. ഇതുപോലെ ആനിമേ മൂവീസും സീരീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സയോനറ.